നമ്മളിന്ന് ബീഫാണ് വെക്കുന്നത്. 1/2 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് 12 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 കഷ്ണം ഇഞ്ചി, 3 തക്കാളി, 4 ഇടത്തര സവാള, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 തണ്ട് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. 3.5 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മസാലപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് ബാക്കി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നീട് കുക്കറിലാണ് ഞാൻ ഈ ബീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിനകത്തേക്ക് കുറച്ച് സവാളയും, കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും നമ്മൾ ചേർക്കണം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന നമ്മുടെ മുളക് പൊടിയില്ലേ, മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും കൂടി നമ്മൾ ഈ കുക്കറിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ചേർക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. ഒരു 8 വിസിലൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ബീഫ് വെന്ത് കിട്ടിയായിരുന്നു. ഓരോ ബീഫിൻ്റെയും വേവ് പോയിരിക്കും. ചിലപ്പോൾ 6 വിസിലിനാകും, ചിലപ്പോൾ 10 വിസിലിനാകും. ഇതിപ്പോൾ 8 വിസിലിന് ഞങ്ങൾക്ക് ബീഫ് വെന്ത് കിട്ടി. നമ്മളൊരു ഉരുളി ഗ്യാസിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എല്ലാം ചേർത്ത് വഴറ്റി. എനിക്ക് ഒരു വീഡിയോ നഷ്ടപ്പെട്ടു. നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് വറക്കുന്ന ആ വീഡിയോ എനിക്ക് നഷ്ടപ്പെട്ടു. അത് ചെയ്തതിന് ശേഷമാണ് ഇത്രയും ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം നല്ലപോലെ വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റണം. അതെല്ലാം എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂക്കണം. ഈ സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം വാടി അത് ഒരുവിധം വെന്ത് കിട്ടും. ഈ പൊടികളെല്ലാം നല്ലപോലെ അതിൽ കിടന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ല ചുവപ്പ് നിറം വരും. അപ്പോൾ അതിലേക്ക് പിന്നീട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ കുക്കറിലെല്ലാം ഈ ബീഫ് വെന്തിരിക്കുകയല്ലേ. അപ്പോൾ ആ ബീഫ് അതിൻ്റെ വിസിലിൻ്റെ ആവിയെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും ആ ബീഫ് കഷ്ണങ്ങളെല്ലാം കൂടെ നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ചേർക്കും. അപ്പോൾ അതെല്ലാം നല്ലപോലെ തിളക്കട്ടെ. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിങ്ങനെ ആ വെള്ളം പറ്റി വന്നു, അതെല്ലാം റെഡിയായി. അപ്പോഴേക്കും ആവശ്യത്തിന് കറിവേപ്പിലയും 1 തണ്ട് സർവ്വസുഗന്ധിയുടെ ഇല